ഹായ്. അപ്പോൾ ഇന്ന് നമ്മക്കേ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ഇങ്ങോട്ട് ആക്കിയാലോ. ഇന്ന് സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു താളിപ്പും അതും ഇതും പൊരിച്ചതും അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയും കടന്നു പോവണമല്ലോ. അപ്പോൾ ഞാനിതാട്ടോ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി പറയുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ള തക്കാളി താളിപ്പാണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കണത് ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ട് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് വെളിച്ചം അങ്ങനെ കുറയണം കൂടുകയൊക്കെ ചെയ്യണത് കേട്ടോ. അങ്ങനെ അതവിടെ വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാട്ടോ അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറാവാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് നല്ല വാടി വന്നേരം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിട്ടത്. കുറച്ച് കാശ്മീരി മുളകും പൊടി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കുക. കുറച്ച് കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുക കേട്ടോ. തന്നെയാണ് നമ്മളെ കഞ്ഞിവെള്ളം താളിപ്പ്. പിന്നെ ഞാൻ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടേനു. അതുപോലെ വടുക മുളക് പിന്നെ കയ്പക്ക ഉണക്കിയത് അതൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടോ. അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചട്ടി കണ്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട. എല്ലാ പുരയിലും ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടാവില്ലേ. നമുക്ക് ഒഴിവാക്കാൻ തോന്നാത്തൊരു ചട്ടി ഇൻ്റെ അങ്ങനത്തെ ഒരു ചട്ടിയാണ് ഇട്ടത്. അങ്ങനെ ഞാനിതാട്ടോ എല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളകും കൂടെ ഒന്ന് ഉണക്കാനിട്ടിട്ടുണ്ടേ. ഉണക്കിയത് പൊരിക്കാനിട്ടിട്ടുണ്ടേനി കേട്ടോ. ഇതൊക്കെ പെങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വടുകയും അതുപോലെ ഈ മുളക് പിന്നെ കയ്പൊക്കെ ഉണക്കിയത് ഇതൊക്കെ പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ കൊടുന്നതേനി കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ.